ISL-ൽ സമനില വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് സമനില വഴങ്ങിയത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോൾ തിരിച്ചടിച്ചതോടെയാണ് സമനിലയിൽ കലാശിച്ചത്. ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ ഈ സീസണിലെ രണ്ടാം സമനിലയാണിത്. 9 കളികളിലായി 1 വിജയവും 2 സമനിലയുമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത്. മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ മത്സരത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തി ഇന്ന് തോൽക്കാതെ മുന്നോട്ട് പോകാനാവുകയും ചെയ്യുന്നു. ഈ ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു താരം വന്നതോടെ ഫോമിലേക്ക് ഒരു ടീം എന്ന നിലയിലേക്ക് മാറുന്നു എന്നതിന്റെ സൂചനകളാണോ ഇത്? തീർച്ചയായിട്ടും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ മത്സരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം തന്നെ നോക്കിക്കണ്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സമനില വഴങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ വിജയം വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ കളിയുടെ ഒരു ആകെ തുക. 88-ാം മിനിറ്റ് വരെ കേരളത്തിന്റെ ആധിപത്യമാണ് ഉണ്ടായിരുന്നത്. 44-ാം മിനിറ്റിൽ കേരളത്തിന് അനുകൂലമായ ഒരു സെൽഫ് ഗോളിലാണ് കേരളം ഒരു ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു നിലയുണ്ടായത്. 41-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള ഫാനോ എൻഡിയായുടെ ഷോട്ട്, അതൊരു മനോഹരമായിട്ടുള്ള ഷോട്ടായിരുന്നു. നമ്മൾ ബൈസിക്കിൾ കിക്ക് എന്നെല്ലാം പറയുന്ന പോലെ, സിസർ കട്ട് എന്നെല്ലാം പറയുന്ന പോലുള്ള ഒരു കിക്കായിരുന്നു. ആ കിക്ക് തടയുന്നതിനിടെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തിന്റെ കാലിൽ തട്ടി അതൊരു ഓൺ ഗോളായി മാറുന്നത്, സെൽഫ് ഗോളായി മാറുന്നത്. അതിലൂടെ കേരളത്തിന് ആധിപത്യം നേടാൻ സാധിച്ചു. 88-ാം മിനിറ്റ് വരെ ആ നില തുടരാനും ആധിപത്യം തുടരാനും കേരളത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ 88-ാം മിനിറ്റിൽ കളിയുടെ അവസാന 2 മിനിറ്റ് ശേഷിക്കുകയാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായത്. പിന്നീടുള്ള എക്സ്ട്രാ ടൈമിലുടനീളം ആക്രമിച്ച് കളിക്കാൻ കേരളത്തിന് സാധിച്ചുവെങ്കിലും പക്ഷേ അതൊന്നും ഗോളിൽ അവസാനിച്ചില്ല എന്നുള്ളതാണ് ഇന്നത്തെ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും വലിയൊരു തിരിച്ചുവരവിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു എന്നുള്ളതിന്റെ വലിയ സൂചകങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിനെതിരെയുള്ള കളിയിൽ വിജയം നേടിയത് വലിയ രീതിയിൽ ആത്മവിശ്വാസം ഉയർത്തിയിരുന്നു. പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ പുതിയ കളിക്കാരെയെല്ലാം ഉൾപ്പെടുത്തി കേരളം ബ്ലാസ്റ്റേഴ്സിന്റെ ഒന്ന് ശക്തിപ്പെടുത്തിയതിനു ശേഷമുള്ള ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ വേണം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 കളിയായും വിലയിരുത്താൻ. ഏതായാലും ഈ കളിയിൽ സമനില വഴങ്ങേണ്ടി വന്നു. പോയിന്റ് ടേബിളിൽ വലിയ മാറ്റമില്ലാതെ 13-ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നത്. ഏതായാലും ഒരു ആശ്വാസ വിജയം, അതിന് പിന്നാലെ സമനില. 2 മത്സരങ്ങൾ തുടരെ തോൽക്കാതിരിക്കുന്നു. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.